ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൊഞ്ച് റോസ്റ്റ് ആണ്. 1 കിലോ കൊഞ്ച് ഞാൻ എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് എല്ലാം നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ തലയോടുകൂടിയാണ് എടുത്തേക്കുന്നത്. ബാക്കി ഇതിൻ്റെ നടുവശവും എല്ലാം ക്ലീൻ ചെയ്ത് തലയോടുകൂടി എടുക്കണം. ഇങ്ങനെ വെക്കുന്നതാണ് ടേസ്റ്റ്. തലയോടുകൂടി വെക്കാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇത് 1 കിലോ കൊഞ്ചുണ്ട്. ഇത് മൊത്തം ഇതിനകത്തോട്ടിടാം. അപ്പം മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പൊ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ വേണ്ടത് പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇത്ര ഇട്ട് നന്നായിട്ട് മസാല നമുക്ക് പുരട്ടി വെക്കാം. ഇങ്ങനെ പുരട്ടിയിട്ട് നമ്മൾ ഇനി ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ തല എടുക്കാറില്ല എങ്കിൽ ഒരു വട്ടെങ്കിലും ഇങ്ങനെ തലയോടുകൂടി ഈ പ്രോൺസ് ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം, റോസ്റ്റ് ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റ് ആണ്. ഇതിന്റെ തലയിലാണ് കൂടുതൽ സത്തുള്ളത്. അല്ല, പ്രോൺസിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഈ തലയോടുകൂടി കറി വെക്കുമ്പോഴാണ്. അപ്പം തലയുടെ ആ കണ്ണിന്റെ അവിടെ നിന്ന് തൊട്ട് കട്ട് ചെയ്ത് അതിന്റെ കൊമ്പും അതെല്ലാം കളഞ്ഞു കഴിഞ്ഞ് വാലുമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യണം. സൂപ്പർ ടേസ്റ്റ് ആണ്. ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഇനിയും 1/2 മണിക്കൂർ ഇരിക്കട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് കറി വെക്കാം. ഗൈസ്, അങ്ങനെ മസാല പറ്റിയ പ്രോൺസ് എടുത്ത് വെളി വെച്ചു. പിന്നെ നമുക്ക് കുറച്ചേറെ കൊച്ചുള്ളിയാണ്, പിന്നെ ഒരു സവാള ഒരു 4 എണ്ണം, ചെറുതായോണ്ടാ 4 എണ്ണം എടുക്കുക, അല്ല ഒരു 3 വലുത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 തക്കാളി. ഇതിപ്പോൾ 1 കിലോ ആയതുകൊണ്ടാണ് ഇത്ര എടുത്തേക്കുന്നത്. നിങ്ങൾ സവാള ഒത്തിരി ചേർക്കണം കേട്ടോ, മധുരിക്കും. ഓൾറെഡി കൊഞ്ചിന് ഇച്ചിരി മധുരം ഉള്ളതാണല്ലോ. അപ്പം സവാള കുറച്ച് ചേർത്ത് കൊച്ചുള്ളി കൂടുതൽ ചേർക്കാൻ നോക്കണേ ഗൈസ്. അപ്പം നമുക്കിനി ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് ചെറുതായിട്ടൊന്നും മൊരിഞ്ഞാൽ മതിയേ. അത് കഴിയുമ്പോൾ നമുക്ക് മറിച്ച് ഇതുപോലെയിട്ട് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇത് പ്രോൺസ് നമുക്ക് അടച്ചൊന്നും വെക്കണ്ടായേ, നമുക്ക് അല്ലാതെ പിന്നെ തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. കൂട്ടത്തിൽ നമുക്ക് ഇതൊന്ന് അരിഞ്ഞു എടുക്കാം. ഒത്തിരി കുഞ്ഞായിട്ട് അരിയണ്ട, ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഇട്ടാൽ മതി. 3ആയിട്ടോ 4ആയിട്ടോ ആ ഒരു രീതിയിൽ. അപ്പൊ ഇത് മൊത്തം ഒന്ന് കട്ട് ചെയ്തിട്ട് വരാമേ. എണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടി, കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല, ചതച്ചത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വാടിയ ശേഷം സവാള, പച്ചമുളക്, കറിവേപ്പില, കൂട്ടത്തിൽ കൊച്ചുള്ളി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇടയ്ക്ക് ഞാൻ ഒന്ന് തുറന്നിളക്കിയായിരുന്നു. ഒന്ന് ഇളക്കി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഒരുപാടങ്ങ് ബ്രൗൺ ആവണ്ട. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും മഞ്ഞപ്പൊടി ഇല്ല.
അങ്ങനെ എന്തുണ്ടാക്കിയാലും മഞ്ഞൾപ്പൊടി ആദ്യം ഇടുക. മഞ്ഞൾപ്പൊടി ഒരു കുത്തിന് ഇഷ്ടമാണ്. ഇനി നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വറുത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി മൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിനകത്തോട്ട് മസാലക്കൂട്ടൊക്കെ ചേർക്കാം. മുളക് പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി, മല്ലിപ്പൊടി അതിൻ്റെ പാതി, ഒന്നര ടേബിൾ സ്പൂൺ മതി മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഞാൻ 1 കിലോയുടെ അളവാണേ പറയുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റും. ഇതിൻ്റെ കൂടെ നമുക്ക് പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർക്കണേ. നിറച്ച് പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല 1/4 ടീസ്പൂണും പെരിഞ്ജീരകപ്പൊടി 1 ടീസ്പൂണും. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പച്ചച്ചറി ഇത് പോണേ. കൂട്ടത്തിൽ ഇച്ചിരി മല്ലിയില എന്തായാലും ഇടണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രത്യേക ഫ്ലേവർ. അത് നിങ്ങൾ ഇപ്പം മസാലയുടെ കൂട്ടത്തിൽ ഇടുന്നില്ലെങ്കിൽ ലാസ്റ്റിൽ ഇട്ടാലും മതി. ഞാനിപ്പോൾ അങ്ങ് ഇടുക. എനിക്കിതാ ഇഷ്ടം. ഒരു പ്രത്യേക ഫ്ലേവർ ഇതിന്. നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കും. ഞാൻ മല്ലിയില ഇടുന്ന എല്ലാ സാധനവും മസാല ഇടുന്ന കൂട്ടത്തിൽ ഒന്ന് വഴട്ടും. എന്നിട്ട് ലാസ്റ്റിൽ ഇടും. അപ്പം ചെറിയ തീയിലിട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് എണ്ണയൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് തക്കാളി ചേർക്കാം. ഒരു തക്കാളിയെ മൊത്തം ചേർക്കാം. അപ്പം എല്ലാം ഉടഞ്ഞ് നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ട് തെളിഞ്ഞ് വരുന്നത്. സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ചത്. കുറച്ച് ഗ്രേവിയൊക്കെ വേണമല്ലോ. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണ്ടോ അതിനനുസരിച്ച് വെള്ളം എടുക്കണം. ഇച്ചിരി ഗ്രേവിയൊക്കെ വേണം. ചോറ് ചപ്പാത്തിയൊക്കെ തിന്നാൻ വേണ്ടി. ഇപ്പം ഞാൻ ചപ്പാത്തി തിന്നാൻ വേണ്ടിയിട്ടാണ്. സമയത്ത് ഉപ്പ് നോക്കണം. ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. അപ്പം ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നിങ്ങൾ റോസ്റ്റ് ആണെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. എനിക്ക് ഇച്ചിരി ഗ്രേവി വേണ്ടതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. പിന്നെ ഇത് 1 കിലോ ഉണ്ടല്ലോ, ഇത് കുറച്ചാണ് നോക്കണം. അത്രയും ഗ്രേവി വേണം. നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് വെള്ളം ചേർക്കാം. ഇനിയും ചേർക്കണമെങ്കിൽ കുറച്ചൊക്കെ ചേർക്കാം. ഞാൻ ഇത്രയും ചേർക്കുന്നുള്ളൂ. ചപ്പാത്തിക്കാണ്ട് ഒരുപാട് ലൂസ് വേണ്ടല്ലോ. എനിക്ക് ചപ്പാത്തിക്ക് ഇനി അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കും. മാക്സിമം പ്രോൺസിന് അധികം വേവില്ലേ. മാക്സിമം 5 മിനിറ്റ്. അതിൽ കൂടുതൽ വേവില്ല കേട്ടോ. പിന്നെ അത് ഹാർഡാവും, റബ്ബർ പോലെ ആവും. അപ്പോൾ
ചെറുതീയിലിട്ട് 5 മിനിറ്റ് ഗൈസ്. അപ്പം 5 മിനിറ്റായി. അടപ്പൊക്കെ തുറന്നു ഇളക്കി. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണേ, കറക്റ്റാണോ, എരിവും ഒക്കെ കറക്റ്റാണോ. സൂപ്പറായിട്ടുണ്ട്. ഞാനിപ്പം മുളക് പൊടി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയൊക്കെ ഇട്ടാൽ മതി. അപ്പം പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറയ്ക്കാം കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവേ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഏറ്റവും ലാസ്റ്റ് ഇടണം. അപ്പോൾ ഇതിൻ്റെ മണം ഇതിനകത്ത് തന്നെ നിൽക്കുവേ. കൂട്ടത്തിൽ ഒരു ശകലം പച്ചവെളിച്ചെണ്ണ, ഇത്രയും ജസ്റ്റ് ഒന്ന്. ശേഷം മല്ലിയിലയും കറിവേപ്പിലയും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അയക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.